ഹായ് ഫ്രണ്ട്സ്, പുതിയ ഉരുളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഓൾറെഡി IRB റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റഗറി നമ്പർ, ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള പോലീസിൽ IRB റെഗുലർ വിങ്ങിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള പോലീസിലേക്കുള്ള IRB ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഫോഴ്സിലേക്കുള്ള റെഗുലർ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 583/2024 ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കേരള PSCയുടെ വെബ്സൈറ്റ് വഴി ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 31/12/2024 മുതൽ 29/1/2020 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് പാർട്ട്ണർ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സാലറി നോക്കുകയാണെങ്കിൽ സാലറി കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ചിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്കെയിൽ പ്രകാരമാണ് സാലറി വരുന്നത്. അതായത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ വേക്കൻസി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതിനടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1998-നും 1/1/2006-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. ഹൈറ്റ് മിനിമം 167 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിനും ഹൈറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മിനിമം ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് നോർമൽ 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റും വരുന്നുണ്ട്. 3 കിലോമീറ്റർ റണ്ണിങ് 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ ഒരു 8 ഐറ്റംസ് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിങ് ആണ്. 14 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 132.2 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 457.2 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ടാണ്. 7264 ഗ്രാമുള്ള ഷോർട്ട് പുട്ട് 609.6 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 6096 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം 365.8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. ഇനി അടുത്ത ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിങ് ആണ്. 5 മിനിറ്റിനും 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 ഐറ്റംസ് ആണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷയുടെ രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഒരു IRB റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 21/1/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.